കേരളത്തിൽ സാംസ്കാരിക വകുപ്പിന്റെ കീഴിൽ വേറെയും കുറെ അക്കാദമികളുണ്ട്. അതിലേതൊക്കെ അക്കാദമികളിലാണ് സ്വാഭാവിക നടപടിയുടെ ഭാഗമായിട്ട് കാലാവധി കഴിഞ്ഞ ഉടനെ ചെയർമാൻമാരെ മാറ്റിയിട്ടുള്ളത്? സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിക്കുന്നതിന്റെ തൊട്ട് തലേ ദിവസം അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ആദ്യം മുതൽ കൂടെ നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാൾ ആ ഒരു 1-ാം തീയതി പ്രഖ്യാപിക്കാനിരിക്കുന്നു. തലേ ദിവസം അറിയുന്നു ചുമതലയിൽ നിന്ന് പ്രേംകുമാറിനെ മാറ്റി. എന്നിട്ട് ഈ 1-ാം തീയതി എന്നുള്ള ഡേറ്റ് മാറ്റിയത് 3-ാം തീയതിയിലേക്ക് തൃശ്ശൂരിലേക്ക് അത് മാറ്റുന്നു. പ്രതീഷ് ചേരുന്നു വിശദാംശങ്ങളുമായി. പ്രതീഷ്, പ്രേംകുമാറിന്റെ ചോദ്യം ഷാർപ്പാണ്. എന്തായിരുന്നു ഇത്തരം ഒരു മാറ്റത്തിന്റെ അടിയന്തര സാഹചര്യം? ഉത്തരമുണ്ടോ സർക്കാരിന്? റോഷ്നി, പ്രേംകുമാറിനെ ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് സ്വാഭാവിക നടപടി എന്നതായിരുന്നു സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം. ആ പ്രതികരണത്തിന് ഇന്ന് പ്രേംകുമാർ ചോദിക്കുകയാണ്, അതെന്ത് സ്വാഭാവിക നടപടി എന്നാണ് പ്രേംകുമാർ ചോദിക്കുന്നത്. കേരള സാംസ്കാരിക വകുപ്പിന് കീഴിൽ എത്രത്തോളം അക്കാദമികളുണ്ട്, ആ അക്കാദമികളിൽ അക്കാദമിക്കിലെ അധ്യക്ഷന്മാർ എത്ര വർഷമായി തുടരുന്നുണ്ട്, അങ്ങനെയെങ്കിൽ ഇത് എങ്ങനെ സ്വാഭാവിക നടപടിയായി മാറുമെന്നതാണ് പ്രേംകുമാറിന്റെ ചോദ്യം. ഒപ്പം ഒരു തരത്തിലും ഒരു നീതി തനിക്ക് ലഭിച്ചിട്ടില്ല, നീതി നിഷേധമാണ് തനിക്കുണ്ടായത്. ഒരു അറിയിപ്പുമില്ലാതെ ലാഘവത്തോടെ തന്നെ പുറത്താക്കുകയായിരുന്നു, തന്നെ അവിടെ നിന്ന് ഇറക്കി വിടുകയായിരുന്നു എന്നതാണ് പ്രേംകുമാർ പറയുന്നത്. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനം നടക്കുന്നതിന്റെ തലേ ദിവസമാണ് തന്നെ മാറ്റുന്നത്. ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനം നടക്കാനിരുന്നത് തിരുവനന്തപുരത്താണ്. പക്ഷേ ആ ചടങ്ങ് എന്തുകൊണ്ട് തൃശ്ശൂരിലേക്ക് മാറ്റി എന്നുള്ള ചോദ്യം പ്രേംകുമാർ ചോദിക്കുന്നുണ്ട്. നാളിതുവരെ 6 മാസമായിട്ടും താൻ ഒരക്ഷരം മിണ്ടാതിരുന്നതാണ്. പക്ഷേ സച്ചിദാനന്ദൻ ഉൾപ്പെടെ സർക്കാരിനെതിരെ ഗുരുതര പ്രതികരണം നടത്തുമ്പോൾ അത് ഇരട്ട നീതിയല്ലേ എന്നതാണ് പ്രേംകുമാർ പ്രധാനമായും ഉയർത്തുന്ന ചോദ്യം. ഈ 6 മാസക്കാലത്തിനുള്ളിൽ ഒരു പാർട്ടിയിൽ നിന്നോ അല്ലെങ്കിൽ അക്കാദമിയിൽ നിന്നോ മറ്റേതെങ്കിലും നേതാക്കളിൽ നിന്നോ ഒരു വിളി തനിക്ക് വന്നിട്ടില്ല, തന്നെ ആരും വിളിച്ചതുമില്ല, ഇതിന്റെ കാരണം തന്നെ ബോധ്യപ്പെടുത്തിയതുമില്ല എന്ന് പ്രേംകുമാർ പറയുന്നുണ്ട്. വളരെ മികവുറ്റ രീതിയിലായിരുന്നു അക്കാദമിക് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയത്. സാംസ്കാരിക സംഗമം കൊച്ചിയിൽ നടത്തിയൊപ്പം സിനിമാ കോൺക്ലേവ് ഇതിനുൾപ്പെടെയുള്ള സംഘാടനം നടത്തി. എന്നിട്ടും തന്നെ ഇത്തരത്തിൽ തന്നോട് ഈ ഒരു വിവേചനം കാണിച്ചത് എന്താണ് എന്നതാണ് പ്രേംകുമാർ പ്രധാനമായും ഉയർത്തുന്ന കാര്യം. ഒപ്പം ഈ ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി എന്ന നിലയിൽ ഒരു വ്യക്തി എത്രത്തോളം നാൾ ആ പദവിയിൽ തുടരുന്നുണ്ട്, അതിനൊക്കെ തന്നെ പ്രശ്നമില്ല, തനിക്ക് എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുന്നുണ്ട്. ഒപ്പം പ്രധാനമായും ഇപ്പോൾ ഉയർന്നത് ഇതിന് പിന്നാലെ തന്നെ പ്രേംകുമാറിനെ കോൺഗ്രസിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്, നേതാക്കൾ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. പക്ഷേ അക്കാര്യം പ്രേംകുമാർ സ്ഥിരീകരിക്കുന്നില്ല, തന്നെ ഇതുവരെ ആരും വിളിച്ചിട്ടില്ല, സംസാരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ആ ഒരു കോൺഗ്രസിലേക്ക് ഒരുപക്ഷെ സ്വാഗതം ചെയ്താൽ അത് പ്രേംകുമാർ ആദ്യ ഘട്ടത്തിൽ അത് തള്ളിക്കളയുന്നില്ല. കാരണം മുൻകൂട്ടി നിശ്ചയിച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരാളല്ല താൻ. നാളെ എന്ത് സംഭവിക്കുമെന്ന് തനിക്കറിയില്ല, താനൊരു ദൈവവിശ്വാസിയാണ് എന്ന് മാത്രമാണ് അക്കാര്യത്തിൽ പ്രേംകുമാർ പറയുന്നത്. ഒപ്പം ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ ചട്ടക്കൂടിൽ നിൽക്കാൻ താൻ ഉദ്ദേശിക്കുന്നില്ല, താനൊരു രാഷ്ട്രീയ പ്രവർത്തകനല്ല എന്നൊക്കെ തന്നെ പ്രേംകുമാർ പറയുന്നെങ്കിൽ കൂടിയും ആ കോൺഗ്രസിന്റെ ക്ഷണം പൂർണ്ണമായും തള്ളിക്കളയുന്നില്ല എന്ന പ്രേംകുമാറിന്റെ പ്രതികരണത്തിൽ വ്യക്തമാണ്. ഒരുപക്ഷെ ഈ രാഷ്ട്രീയ കോൺഗ്രസിൽ ചേർന്നില്ല എങ്കിൽ പോലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി പ്രേംകുമാർ മത്സരിക്കാമെന്ന ആ ഒരു സാഹചര്യം ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും സർക്കാരിനെതിരെ തുറന്ന പോരുമായി പ്രേംകുമാർ വന്നിരിക്കുന്നു. വരും ദിവസങ്ങളിലും കൂടുതൽ പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട പ്രേംകുമാറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും അക്കാദമിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട മികച്ച രീതിയിൽ പ്രവർത്തിച്ച തന്നോട് സർക്കാർ നീതി നിഷേധം കാണിച്ചുവെന്ന ആ ഒരു നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് പ്രേംകുമാർ. എന്തായിരിക്കും ഇതിൽ CPIM-ന്റെ നീക്കം എന്നുള്ളത് കൂടി അറിയണം. റഹീസ് റഷീദ് ചേരുന്നുണ്ട്. റഹീസ്, പാർട്ടിയുടെ നിലവിൽ ഇനി എന്തെടുക്കാൻ പോകുന്നു നടപടി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം പ്രേംകുമാറിനെതിരെ സ്വീകരിച്ച നടപടി ഒരു സ്വാഭാവിക നടപടി മാത്രമാണെന്നുള്ള സാംസ്കാരിക മന്ത്രിയുടെ വാദങ്ങളിൽ ഇതിപ്പോൾ നിൽക്കുമോ? കാരണം പ്രേംകുമാർ തുടർച്ചയായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു പോലും ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏറെ പ്രസക്തമാണ്. കാരണം എന്തുകൊണ്ടാണ് ഈ സർക്കാർ ഇങ്ങനെ അടിയന്തരമായി ഒരു നടപടി സ്വീകരിച്ചത് എന്നുള്ളതാണ് ചോദ്യം. മറ്റൊന്ന്, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സാംസ്കാരിക സ്ഥാപനങ്ങൾ, ഒന്ന് സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയും സാഹിത്യ അക്കാദമിയും, ഈ രണ്ടിന്റെയും ചെയർമാൻ സ്ഥാനത്തിരിക്കുന്ന ആളുകളോട് ഇരട്ട നീതിയല്ലേ കാട്ടുന്നതെന്ന പ്രേംകുമാറിന്റെ ചോദ്യമുണ്ടല്ലോ. അതെന്താണ്? എന്തെങ്കിലും വിധേയത്വമാണോ, വരേണ്യതയോടുള്ള വിനീതത്വമാണോ എന്നൊന്നും തനിക്കറിയില്ല എന്ന് പ്രേംകുമാർ പറയുന്നുണ്ട്. ഇന്നും മാധ്യമങ്ങളോട് പ്രേംകുമാർ ചില ചോദ്യങ്ങൾ ആവർത്തിക്കുന്നു. CPIM-ന്റെ നിലപാട് എന്തായിരിക്കും? റോഷ്നി, CPIM നേതാക്കളുമായി സംസാരിക്കുമ്പോൾ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന്
പ്രേംകുമാറിനെ മാറ്റുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നം അദ്ദേഹത്തിനുള്ളതായി തങ്ങൾക്കറിയില്ല എന്നാണ് CPIM-ന്റെ സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലുമുള്ള നേതാക്കളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്. സജി ചെറിയാൻ പറഞ്ഞതുപോലെ സ്വാഭാവികമായ ഒരു മാറ്റം മാത്രമാണ് പ്രേംകുമാറിന്റെ കാര്യത്തിൽ ഉണ്ടായത്. അതല്ലാതെ പ്രേംകുമാർ അവകാശപ്പെടുന്നത് പോലെ ആശാസമരത്തെ പിന്തുണച്ചതിന്റെ പേരിൽ പ്രേംകുമാറിനെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയതല്ല എന്ന വിശദീകരണം തന്നെയാണ് CPIM നേതൃത്വം നൽകുന്നത്. പക്ഷേ ഇത്ര വലിയ മാനസികമായ ഒരു ബുദ്ധിമുട്ട് അവിടെ നിന്ന് മാറ്റുന്ന സമയത്ത് പ്രേംകുമാറിനുണ്ടായിരുന്നുവെന്ന് തങ്ങൾക്കാർക്കും അറിയില്ലായിരുന്നു എന്നാണ് സംസ്ഥാന തലത്തിലുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട സമയത്ത് മാത്രമാണ് പ്രേംകുമാറിന്റെ നിലപാട് പാർട്ടി ലൈന് വിരുദ്ധമാണ്, ഇത്ര മാനസിക സമ്മർദ്ദം അദ്ദേഹം ഈ വിഷയത്തിൽ അനുഭവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയത്. ചില നേതാക്കൾ വഴി പ്രേംകുമാറിനോട് സംസാരിക്കാനുള്ള ഒരു സാധ്യത പാർട്ടി നേതൃത്വം നടത്തുകയും ചെയ്തു. പക്ഷേ അതൊന്നും വിജയിച്ചില്ല എന്നാണ് CPIM നേതാക്കൾ പറയുന്നത്. ഒപ്പം പ്രേംകുമാർ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ നഗര കേന്ദ്രീകൃതമായ ഒരു മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള സാധ്യത കൂടി CPIM മുന്നിൽ കാണുന്നു. അവർ മുന്നിൽ കാണുന്ന സീറ്റ് കഴക്കൂട്ടം നിയമസഭാ മണ്ഡലവുമാണ്. റോഷ്നി, ഓക്കെ, ഏറ്റവും പുതിയ നീക്കം തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ തന്നെ പ്രേംകുമാറിനെ മത്സരിപ്പിക്കാനുള്ള നീക്കമായി കോൺഗ്രസ് ഒരു പുറത്ത്. CPIM ഇതിനെ പ്രതിരോധിക്കാൻ എന്ത് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് എത്താം.